പാക് ഭീകരന്മാരുടെ ജീവനറ്റ ശരീരമല്ല ഇന്ത്യക്ക് വേണ്ടത്. അവരെ വേണ്ടത് പച്ച ജീവനോടെ. നിരപരാധികളായ 26 പേരുടെ ജീവനെടുത്തവരെ വെറുതെ തീർക്കാൻ ഇന്ത്യക്ക് ഉദ്ദേശമില്ല. കാശ്മീരിൽ വീണ ഓരോ തുള്ളിക്കണ്ണീരിനും ചോരയ്ക്കും ഭാരതത്തിന് പകരം വേണ്ടത് മരിച്ച ഭീകരരുടെ ജഡങ്ങളല്ല, ജീവനോടെ വേണം പാക് ഭീകരരെ ജീവനോടെ പിടികൂടാൻ നിർദ്ദേശം നരേന്ദ്രമോദി നൽകുമ്പോൾ അത് മരിച്ച ഭാരത പൗരന്മാരോടുള്ള കടമ നിറവേറ്റലാണ്, അവർക്കുള്ള ആദരാഞ്ജലിയാണ്. തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ ഓരോ നിമിഷവും. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. തിരിച്ചടി നൽകാനുള്ള സമയം, രീതി, ലക്ഷ്യം എന്നിവ നിശ്ചയിക്കാൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ വസതിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമായത്. 3 സേനകളും ഇപ്പോൾ പടപ്പുറപ്പാടിലാണ്. ഒരു ദൗത്യവും ഏറെ ദൂരത്തല്ല, ഒരു കടലും അത്രയും വിശാലമല്ല. പാകിസ്ഥാൻ ഇന്ത്യൻ നാവികസേനയുടെ മുന്നറിയിപ്പ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നാലെ യുദ്ധക്കപ്പലുകളുടെ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് നാവികസേന. ഒരു ദൗത്യവും ഏറെ ദൂരത്തല്ല, ഒരു കടലും അത്രയും വിശാലമല്ല എന്ന കുറിപ്പോടെയാണ് യുദ്ധക്കപ്പലുകളെ സജ്ജമാക്കിയിട്ടുള്ള ചിത്രങ്ങൾ നാവികസേന എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. ആയുധക്കരുത്ത് കാട്ടി അറബിക്കടലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേന അഭ്യാസ പ്രകടനവും നടത്തിയിരുന്നു. പടക്കപ്പലിൽ നിന്ന് മിസൈൽ പരീക്ഷണം അടക്കം നടത്തിയായിരുന്നു നാവികസേനയുടെ തയ്യാറെടുപ്പുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലാണ് പ്രത്യാക്രമണ നടപടികൾക്കായി സേനകൾക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. സൈന്യത്തിന്റെ ക്ഷമതയിലും സൈന്യത്തിന് തീരുമാനമെടുക്കാനുള്ള കഴിവിലും പൂർണ്ണ വിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. 26 ടൂറിസ്റ്റുകളെയും ഒരു കശ്മീരിയെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഭീകരരെ സഹായിച്ച പാകിസ്ഥാന് തക്ക മറുപടി നൽകാൻ സൈന്യത്തിന് സർവ്വ സ്വാതന്ത്ര്യവും പ്രധാനമന്ത്രി നൽകിയിരിക്കുകയാണ്. 2019 നടന്ന പുൽവാമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിരുന്നു. ബലാക്കോട്ടിലുള്ള ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ സ്ഥാപിച്ചിരുന്ന ജെയ്ഷെ ക്യാമ്പുകളാണ് ഇന്ത്യ അന്ന് നാമാവശേഷമാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് സമാനമായ രീതിയിൽ മറുപടി നൽകുമെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് എന്നിവർ പങ്കെടുത്തിരുന്നു. തിരിച്ചടിയുടെ സമയവും ലക്ഷ്യവും രീതിയും സേനകൾക്ക് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതോടെ സേനയ്ക്കൊരു പുതു ഊർജം വന്നിരിക്കുകയാണ്. ഇതിനിടെ കേന്ദ്ര മന്ത്രിസഭാ യോഗവും മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയും ഇന്ന് ചേരാനിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെ തുടർ നടപടികൾ ഈ യോഗത്തിലുണ്ടാകും. അതിനിടെ അടുത്ത 36 മണിക്കൂറിനുള്ള ഇന്ത്യയുടെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് പാക് മന്ത്രി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ കനത്ത തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു നെട്ടോട്ടത്തിലാണ്. കാരണം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് യാതൊരു ഊഹവുമില്ല. ആ സമയത്ത് ഈ വിഷയത്തിൽ UN ഇടപെടണം എന്ന ആവശ്യവുമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും തിരിച്ചടിക്കും എന്നുള്ളത് പാകിസ്ഥാന് ഉറപ്പ് തന്നെയാണ്. ആ ഉറപ്പ് പ്രതീക്ഷിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് ഓരോ ആക്രമണത്തിനും പോയത്. എന്നാൽ ആ തിരിച്ചടിയെ ഭയന്ന് ഇപ്പോൾ പാകിസ്ഥാൻ നെട്ടോട്ടം ഓടുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ എങ്ങനെയാണ് ഇന്ത്യയുടെ തിരിച്ചടി എന്നറിയാൻ ഭാരതം മുഴുവൻ കാത്തിരിക്കുകയാണ്. ചീന്തിയ ഓരോ ചോരയ്ക്കും, ചീന്തിയ ഓരോ കണ്ണീരിനും തിരിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുക്കണമെന്ന് തന്നെയാണ് ഓരോ ഭാരതീയ പൗരനും ആവശ്യപ്പെടുന്നത്. പഹൽഗാമിൽ ആക്രമിച്ച ഭീകരരെ ജീവനോടെ പിടികൂടാൻ പരമാവധി ശ്രമിക്കണം എന്നാണ് സൈനികർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഭീകരാക്രമണത്തിലെ പാക് പങ്ക് ലോകത്തിന് മുന്നിൽ തെളിയിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. പാക് പൗരന്മാരായ തീവ്രവാദികളെ ജീവനോടെ പിടികൂടാനായാൽ പാകിസ്ഥാന്റെ ഇരവാദവും ഇരട്ടത്താപ്പും ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വെളിപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക് കർമാനസ്.